താങ്ക് യു. സോ നമ്മളിപ്പോൾ ട്രംപിനെ പറ്റി ചിന്തിക്കുമ്പോൾ അംബാസഡർ പറഞ്ഞ പോലെ തന്നെ ട്രംപിന്റെ പോളിസീസ് വളരെ അമേരിക്ക സെൻട്രിക്, അമേരിക്ക ഫസ്റ്റ് പോളിസീസ് ആണ്. ബാക്കിയുള്ള രാജ്യങ്ങളെ പറ്റി പുള്ളി പറയുമ്പോൾ അത് എത്ര സുഹൃത്ത് രാജ്യമായിരുന്നാലും, ഇപ്പൊ പുള്ളി വെസ്റ്റേൺ യൂറോപ്പിലുള്ള രാജ്യങ്ങളെ കുറിച്ചും നമ്മുടെ ഈ ഇസ്രായേലിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എത്ര സുഹൃത്ത് രാജ്യങ്ങളായിരുന്നാലും അത് അമേരിക്കയുടെ ഇൻട്രസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു താല്പര്യം വേറൊരു രാജ്യത്തിന് വേണ്ടിയും ചെയ്യാനായിട്ടുള്ളൊരു സമീപനമല്ല ട്രംപിന്റെ സമീപനം. അപ്പോൾ ഞാൻ അമേരിക്കയുടെ പ്രസിഡന്റാണ്, ഓരോ രാജ്യങ്ങളും അവരവരുടെ കാര്യങ്ങൾ നോക്കുന്നത് പോലെ അമേരിക്കയുടെ കാര്യങ്ങൾ നോക്കാൻ ആരുമില്ലായിരുന്നു, അത് ഇനി തുടങ്ങി ഞാനുണ്ട് എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു മെയിൻ ആയിട്ടുള്ള മെസ്സേജ്. അപ്പൊ ഇപ്പൊ നെതന്യാഹുവിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എവ്രിതിങ് നെതന്യാഹു വിചാരിക്കുന്നത് പോലെ തന്നെ വേണമെന്ന് ശടിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിനകത്ത് ട്രംപിന് നോ പറയാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു പ്രസിഡന്റാണ്. ഇപ്പോ ബൈഡന്റെ കേസിൽ ബൈഡൻ എല്ലാവരെയും പ്ലീസ് ചെയ്യുന്നു. നമ്മളിപ്പോ അമേരിക്കയുടെ കാര്യമല്ല നോക്കുന്നത്, ഞാൻ ലോകത്തിന്റെ മുഴുവൻ കാര്യമാണ് എനിക്ക് കൂടുതൽ പ്രധാനം എന്ന് പറയുന്ന ഒരു പോളിസി അതായിരുന്നു ബൈഡന്റെയും ഡെമോക്രാറ്റുകളുടെയും പോളിസി. അമേരിക്ക ഞങ്ങൾ ഓൾറെഡി സക്സസ്ഫുൾ ആണ്, വലിയ രാജ്യമാണ്, ഞങ്ങൾക്ക് ഇനി പ്രത്യേകിച്ചൊന്നും ആവശ്യമില്ല, ബാക്കിയുള്ളവരെ ടേക്ക് കെയർ ചെയ്യാനാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്നുള്ളൊരു അപ്രോച്ചിലാണ് ബൈഡനും കമലയും അല്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റ് രീതികൾ പോയിക്കൊണ്ടിരുന്നത്. ട്രംപ് പറയുന്നത് ഇവിടെ പ്രശ്നങ്ങളുണ്ട്, നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ കാര്യം നോക്കുക. പക്ഷേ ഈ ബൈഡൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂവില് പുള്ളിക്ക് ഒരു സൈഡിനോടും ന്യായമായിട്ട് പെരുമാറാൻ പുള്ളിക്ക് സാധിച്ചില്ല. പുള്ളി നെതാന്യാഹുവിനെ കൺട്രോൾ ചെയ്യുന്നു, പുള്ളിക്ക് ആയുധങ്ങൾ കൊടുക്കില്ല എന്ന് പറയുന്നു, പക്ഷെ കൊടുക്കേണ്ട സമയമാകുമ്പോൾ കൊടുക്കുന്നു. വാർ കണ്ടിന്യൂ ചെയ്തു, അത് ഹമാസിന് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇപ്പൊ അമേരിക്കയിൽ തന്നെയുള്ള മുസ്ലിം പോപ്പുലേഷന്റെ വളരെ ഗംഭീരമായിട്ടുള്ളൊരു സപ്പോർട്ടാണ് ട്രംപിന് ഇപ്രാവശ്യം കിട്ടിയത്. അതുകൊണ്ടാണ് ഇപ്പം മിഷിഗൺ പോലുള്ള സ്റ്റേറ്റുകളിലെല്ലാം ട്രംപ് ജയിച്ചത്. മുസ്ലിംസിന് വോട്ടിൽ കാര്യമായ സ്ഥാനമുള്ള മിഷിഗൺ പോലെയുള്ള സ്ഥലങ്ങളിൽ ട്രംപിന് ഭൂരിപക്ഷം കിട്ടിയതിന്റെ കാരണം അതാണ്. അപ്പം ട്രംപ് പറയുന്നത് നമുക്ക് വിശ്വസിക്കാം. എന്താണ് ട്രംപ് പറയുന്നത്? ട്രംപ് പറയുന്ന പോലെ ചെയ്യും. ബിക്കോസ് പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല പുള്ളി ചെയ്യുന്നത്. ഞാൻ അമേരിക്കയുടെ പ്രസിഡന്റാണ്, എനിക്കിത് ചെയ്യാനുള്ള അവകാശമുണ്ട്, ഞാൻ അമേരിക്കയ്ക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് പറയുന്നത് വളരെ ന്യായമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ നമ്മൾ എല്ലാവരുടെയും കാര്യം ടേക്ക് കെയർ ചെയ്യുന്നു എന്ന് പറയുന്ന ആൾക്കാർ പറയുന്നതാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം. അംബാസഡർ പറഞ്ഞ പോലെ തന്നെ ട്രംപിന്റെ പോളിസീസ് അത് നെതാന്യാഹുവിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. അതായത് ന്യായമായിട്ടുള്ളതല്ലാത്തൊരു കാര്യം നെതാന്യാഹു പറഞ്ഞാലും അതുകൊണ്ട് നോ പറയാൻ കപ്പാസിറ്റിയുള്ള ഒരു പ്രസിഡന്റാണ് പ്രസിഡന്റ് ട്രംപ്. അപ്പൊ അതുകൊണ്ട് ന്യായമായിട്ടും കൂടുതൽ സമാധാനപരമായ രീതികളിലേക്ക് ആയിരിക്കും മിഡിൽ ഈസ്റ്റിൽ പോകുന്നത്. ഇപ്പം നാളെ യുദ്ധം അവസാനിക്കുമോ, ഇതെല്ലാം തീരുമോ, നാളെ 2 country സൊല്യൂഷൻ ഉണ്ടാകുമോ, ഇതല്ല ഞാൻ പറയുന്നത്. പക്ഷെ നാച്ചുറലി കൂടുതൽ കില്ലിംഗ് ഉണ്ടാവാത്ത രീതിയിൽ, കൂടുതൽ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് ട്രംപിന്റെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും, അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാരിഫ് ആണെങ്കിലും ആയുധങ്ങൾ വഴിയുള്ള സപ്പോർട്ടാണെങ്കിലും ഇസ്രായേലിന് നൽകുന്ന അങ്ങനത്തെ ആ രീതിയിലുള്ള സപ്പോർട്ടാണെങ്കിലും മോറൽ സപ്പോർട്ടാണെങ്കിലും അതെല്ലാം ഉപയോഗിച്ച് ആൾക്കാർക്ക്, സാധാരണ ജനങ്ങൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത രീതിയിൽ ലോകത്തിന്റെ ഗതി മുന്നോട്ട് നയിക്കാൻ കപ്പാസിറ്റി ഉള്ളതാണ് ട്രംപ്. അത് നെതാന്യാഹുവിലൂടെയും ആ സമീപനം തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.